മോളിക്കുട്ടി, ചേച്ചിയോട് ചോറെടുത്ത് തരാൻ പറ. വേണമെങ്കിൽ ചെന്ന് പറയും. എനിക്ക് വേണമെന്നില്ല, അപ്പനും ചേട്ടനും ഉച്ചയ്ക്ക് ചോറുണ്ടെങ്കിൽ മതി. എനിക്കൊരു നിർബന്ധമില്ല. ചോറ് കൊണ്ടെല്ലാൻ വയ്യ, രമേശിന് തന്നെ കിട്ടിക്കോളും. പിന്നെ ചോറ് കിട്ടിയാ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും. അവിടെ ഇരുന്നോ, അത്രയും നേരം എനിക്ക് കാണാമല്ലോ. നീ അകത്തേക്ക് പോകുന്നുണ്ടോ? ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ഇന്ന് കുറിയുടെ പിരിവുള്ള ദിവസാ, അതാ വൈകിയേ. ഇതിവിടെ തരാൻ പറഞ്ഞു. ഇതെവിടെ നീട്ടി? മണിക്കൂർ 2 ഇത് ഞാൻ തരാൻ തുടങ്ങിയിട്ട്. ഇത് ഇവിടുത്തെയാണോ? പിന്നെ കാലത്ത് വെള്ളം നിറച്ച് തിണ്ണമ്മ വെച്ചത് ഞാനാ. പിന്നെ ഈ സാധനം കണ്ടിട്ടേ ഇല്ല. ഇതിപ്പോ എവിടുന്നാ? എന്താ ചിരിക്കണേ? അല്ല, കടുവേനെ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലായി. ഇത് ഗോവിന്ദ മുതലാളിയുടെ അടുത്ത് പണയം വെച്ച കിണ്ടിയാ. മോളിക്കുട്ടി, നമ്മള് ഗോവിന്ദനാ അടിച്ച് നല്ല പിമ്പി എന്താ നോക്കിയിരിക്കുന്നത്? ഇന്ന് ഇവിടെ വല്ലതും നടക്കും. ഞാനിതാ വരണേ. പരീക്ഷകള് ഒരു കുതിരയും ഗോവിന്ദ പേടിക്കില്ല. വേലായും ചട്ടമ്പി വരട്ടെ, കൈഴക്കാളം മാത്തു വരട്ടെ, അല്ലെങ്കിൽ കൊച്ചുവർക്ക് വരട്ടെ. ഗോവിന്ദന് പുല്ലാടാ പുല്ല്. ഗോവിന്ദ, നീ വീട്ടിൽ പോകാൻ നോക്ക്. വെറുതെ നാട്ടുകാരെ കൈ മേടിക്കണ്ട. നീ പോടാ ചെരപ്പ. എന്നാ കൊണ്ടോടെ എരപ്പേ. നീ ഗോവിന്ദ ചുഴയുള്ള ആനങ്ങളുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. കൊച്ചുവർക്ക് ഇവിടുത്തെ രാജാവായിരിക്കും, എന്നാ ഗോവിന്ദൻ മഹാരാജാവാ. അതായത് താൻ പോലീസ് ആണെങ്കിൽ ഞാൻ മന്ത്രിയാകുന്നു. താൻ ചിരിക്കണ്ട. ഈ അങ്ങാടിയിലുള്ള സർവ്വ കഴിവേറുടെ മക്കളും തന്നെ പേടിക്കും. കാരണം ഈ ലോകം മുഴുവൻ തന്നെയാ. തന്നോടറിഞ്ഞ പീഡിയ മുറി ഒഴിപ്പിക്കും, കച്ചവടവും പൂട്ടിക്കും. ഗോവിന്ദന് പീഡിയയില്ല, കച്ചവടമില്ല, പിന്നെ താൻ എന്തൊഴിപ്പിക്കും? ബഹളം ഉണ്ടാക്കാതെ പോടാ. ഞാൻ പോകാം, അതിനാരുടെ അനുവാദമൊന്നും വേണ്ട. നിനക്കിവിടെ എന്തൊക്കെ കച്ചവടമാണ് ഉള്ളത്? മൂക്ക് മുട്ട കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ട്. അത് നിനക്കെന്താണ്? ഗോവിന്ദ മൂക്ക് മുട്ട കേട്ടിട്ടുണ്ട്. നിനക്കൊന്നും എന്നെ ഒരു വിലയില്ലേടി. ഒരു ചായ ചോദിച്ചാൽ, ഒരു കഷ്ണം പുട്ടി ചോദിച്ചാൽ നീ വലിയ മുതലാളിച്ചയാവും. പെണ്ണുങ്ങളായ നിലത്ത് നിൽക്കണം, അധികം കിടത്തുള്ളരുത്. ഗോവിന്ദ, മര്യാദക്ക് വീട്ടിൽ പോ. ഇത് രാജമ്മയാണ്. അറിയാം, കണ്ണിനൊരു കുഴപ്പമില്ല. വഴിയിൽ മാറി കള്ളു കുടിച്ച വയറ്റി കിടക്കണം. ശരീരം കേടാക്കാണ്ട് നീ നിന്റെ കാര്യം നോക്കി പോടാ. അത് വീട് പേടിപ്പിക്കല്ലേ. ഇത് ബ്രാൻഡി ഷാപ്പോ അതോ ചായക്കടയോ? എനിക്ക് ഇപ്പൊ അറിയണം. കാശുണ്ടെങ്കിൽ ഒന്നൊരു പെഗ് അടിച്ചിട്ട് പോടാ. അത് പറ, അത് ന്യായം. എടോ നായരെ, തനിക്ക് വേണമെങ്കിൽ മോന്തിച്ച് പോവാൻ നോക്ക്. ഓ, ഒരു ക്ഷണിക്കല്. ഗോവിന്ദ, ഞാൻ നല്ല സ്വഭാവത്തിനെ പറയുന്നേ. കോടേന്നിറങ്ങി പോടാ. അങ്ങനെ അങ്ങ് പോയാനല്ലേ ഞാൻ വന്നത്. അത് വിട്, വേണ്ടി വന്നാൽ നിന്റെ കൂടെ കടന്നിട്ടേ ഞാൻ പോവും. എടോ പൊട്ടി, എടാ നിന്നെ കയ്യും കാലും ഞാൻ വെട്ടും. ഇറങ്ങി പോടാ അവിടുന്ന്. എല്ലാം തല്ലേ ഇവളെല്ലാം തലേ. എനിക്കാരും ചോദിക്കാനില്ലാത്തല്ലേ. വെറുതെ വഞ്ചിക്കാരൻ മാപ്പിള നിനക്ക് വയറ്റിലുണ്ടാക്കിട്ട് കടന്നു കളഞ്ഞത്. ഒരാളുടെ സങ്കടം പറഞ്ഞോണ്ട് വന്നിട്ടില്ല. പെറ്റ് കണ്ണു തുറക്കണതിന് മുമ്പ് അതിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയ തേവടിച്ചി തന്നെയാടാ ഞാൻ. ആർക്കാടാ ചേതം? ഒരുത്തനും എനിക്ക് വെള്ളം ചൂടാക്കാൻ വരണ്ടടാ. നീ ആരാടാ? പോലീസാ? അതെ മൈസേട്ടാ? മോന്തയ്ക്ക് തൊഴിലാണെങ്കിൽ വണ്ടി കൊണ്ട് പോടാ. നാട്ടുകാരുടെ കുഴപ്പ
ചുണയുള്ള ആമ്പിള്ളേരെ നാട്ടിലില്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ നാവിക്കിട്ട് ചവിട്ട് കൊടുത്ത പിന്നെ മിണ്ടരുത്. ഓ, ഒരു ആൺകുട്ടി വന്നിരിക്കുന്നു, ചൊണക്കുട്ടൻ. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം. നാളാവൂല ഇവരോട് സംസാരിക്കാൻ. കഴുത്തിന് ചുറ്റും നാക്ക. രൂപി അന്തി. ആൺകുട്ടി വന്നിരിക്കുന്നു. ആരുടെ അടുത്ത്? രാജമ്മയുടെ അടുത്ത്. അവൾ ആരാ മോള്? അവളൊരാട്ടാട്ടിട്ട് അവന്റെ കണ്ണും തല ചുറ്റിപ്പോണ്ടാവും. കളിക്കാൻ കണ്ട ഒരു പെണ്ണേ. നമ്മുടെ സണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. സണ്ണിച്ചന്റെ അപ്പൻ സാക്ഷാൽ കൊച്ചുവർക്കി മുതലാളി വിചാരിച്ചിട്ടും നടന്നിട്ടില്ല. എന്നിട്ടല്ലേ എങ്ങാണ്ടൂന്ന് വന്ന ഒരു പീറ അവളെ നിലയ്ക്ക് നിർത്താൻ പോണേ. മൂക്കിന് താഴെ രോമം കളിച്ചുകൊണ്ട് മാത്രം ആണാവൂല. ചങ്കൂറ്റം വേണം. ചന്ദ്രൻ അതുണ്ടോന്ന് കാണിച്ചു തരാം. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. നിങ്ങളാ പറഞ്ഞത് അടുക്കരുത്. കത്തി താഴെയിടാൻ. അടുത്ത വെട്ടി ഞാൻ. അടുക്കരുത്, അടുക്കരുതെന്നാ പറഞ്ഞേ. വെട്ടി ഞാൻ. ആണെന്ന് വാരി പിടിച്ചാൽ തളർന്നു പോകുന്ന പെണ്ണാടി നീ. വെള്ളച്ചിൽ എന്റെ അടുത്ത് വേണ്ട.